നമസ്തേ, അഹം ബ്രഹ്മാസ്മി എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാഹി ദേവിക്ക് ഒരുപാട് നാമങ്ങളുണ്ട്. അതിൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു നാമത്തെക്കുറിച്ചാണ് ഇന്നിവിടെ പറയുന്നത്. നമ്മൾ വജ്രഘോഷം ചൊല്ലുന്നത് പോലെ തന്നെ ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ഒരു നാമമാണിത്. ഈ ഒരു നാമം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചൊല്ലാം. ഇതിൽ കൂടുതൽ റെസ്ട്രിക്ഷൻ്റെ ആവശ്യങ്ങളൊന്നും തന്നെ ഈ ഒരു നാമം ചൊല്ലുന്നത് കൊണ്ട് ഇല്ല. വരാഹി ദേവിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും ദേവിക്ക് പ്രിയപ്പെട്ട കുറച്ച് ദിവസമുണ്ട്. എല്ലാ ദിവസവും നമുക്ക് ദേവിയെ പ്രാർത്ഥിക്കാവുന്നതാണ്. എന്നാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഒരു പ്രത്യേക ഫലം ഉണ്ടാവുമെന്നാണ് വിശ്വാസം. പഞ്ചമി തിഥിയാണ് ദേവിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസം. പിന്നെ കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന പഞ്ചമി തിഥിയും വെളുത്തവാവ് കഴിഞ്ഞ് 5-ാമത്തെ ദിവസം വരുന്ന പഞ്ചമി തിഥിയും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ചൊവ്വ, വെള്ളി, ശനി ദേവിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസങ്ങളാണ്. നമ്മൾ എന്ത് ആവശ്യപ്പെട്ട് അമ്മയെ വിളിച്ചാലും അതൊരു മിന്നൽ വേഗത്തിൽ നമുക്ക് ഫലം തരുന്ന ഒരേ ഒരു ദേവി ഏതാണെന്ന് വെച്ചാൽ ഒരു സംശയവും വേണ്ട, വരാഹി ദേവി തന്നെയാണ്. മനസ്സറിഞ്ഞ വിശ്വാസത്തോടെ മറ്റുള്ളവർക്കും നമുക്കും നന്മ വരാനായിട്ടായിരിക്കണം നമ്മൾ ദേവിയോട് പ്രാർത്ഥിക്കാനായിട്ട്. വരാഹി അമ്മ എന്ന് പറഞ്ഞാൽ ഒരിക്കലും പരാജയം അറിയാത്തവളാണ്. അതുകൊണ്ട് തന്നെ അമ്മയെ അപരാജിത എന്ന ഒരു നാമത്തിലും നമ്മൾ വിളിക്കുന്നുണ്ട്. പവർഫുള്ളായിട്ടുള്ള വജ്രഘോഷം പോലെ തന്നെ പവർഫുള്ളായിട്ടുള്ള ദേവിയുടെ മറ്റൊരു നാമമാണ് അപരാജിത എന്നത്. പരാജയം ഇല്ലാത്തവൾ എന്നാണ് അർത്ഥം. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ ഒരു നാമം ചൊല്ലാവുന്നതാണ്. പിന്നെ ഡ്രൈവ് ചെയ്യുമ്പോൾ മാത്രം ഇത് ചൊല്ലാൻ പാടില്ല. ഇതൊഴിച്ച് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ ഒരു നാമം ചൊല്ലാവുന്നതാണ്.